ഹായ് എവ്രിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കരിക്കുലം സ്റ്റഡീസ് എന്ന 5ാമത്തെ മൊഡ്യൂളിൽ വരുന്ന മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്ന ചാപ്റ്ററിൽ ADDIE മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ ADDIE മോഡൽ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിൽ ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ADDIE മോഡൽ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ADDIE മോഡൽ എന്താണ്, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ADDIE മോഡൽ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതെന്നുള്ളത് ഒരു മോഡൽ നമുക്ക് നോക്കാം. ഓക്കെ, ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 1 മെർജ് സൈക്കിളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് സ്ഥിരം അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളൊരു 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്റ്റേറ്റ്മെന്റ് 1, ADDIE model of instructional design is an acronym for the 5 phases: approach, design, development, implementation and evaluation. Okay, അതാണ് സ്റ്റേറ്റ്മെന്റ് 1. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2ൽ തന്നിട്ടുള്ളത് റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, analyzing, evaluating and creating are core components of Bloom's taxonomy of learning objectives. 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1ലാണ് നമ്മുടെ ADDIE മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2ൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിന്റെ കാര്യങ്ങളാണ്, കോമ്പണൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ആർ കോർ കോമ്പണൻസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ്. ഓപ്ഷൻ 1, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 2, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. ആൻഡ് ഓപ്ഷൻ 3, statement 1 is correct but statement 2 is incorrect. And option 4, statement 1 is incorrect but statement 2 is correct. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളെ കുറിച്ച് അറിയണം. ADDIE മോഡൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ 5 ഫേസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയണം. അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി എന്താണ്, ആ ബ്ലൂംസ് ടാക്സോണമിന്റെ സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിന്റെ കോർ കോമ്പണൻസ് എന്താണെന്നുള്ളതും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ADDIE മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ADDIE മോഡൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനിന് സഹായിക്കുന്ന ഒരു 5 ഫേസസ് ആണ് ADDIE മോഡൽ എന്നുള്ളത്. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടത് കരിക്കുലം ഡിസൈനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു 5 ഫേസസ് ആണ് ADDIE എന്ന് പറയുന്നത്. അപ്പോൾ ഈ ADDIE എന്ന് പറയുന്ന ഒരു അബ്രിവേഷൻ ഫോം ആണ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ ADDIE എന്താണെന്നുള്ളത് നോക്കാം. It is a framework used by training developers and instructional designers to create instruction. Okay, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒരു പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിന് സഹായിക്കുന്ന ഒരു മോഡലാണ് ADDIE മോഡൽ. സോ ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ ട്രെയിനിങ് ഡെവലപ്പേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ടു ക്രിയേറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ADDIE എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇപ്പോൾ ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കും ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിക്കുലം ഡെവലപ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ ഈ ADDIE മോഡൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇത് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ എന്തിലോട്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ മിലിറ്ററി ട്രെയിനിങ്ങിനായിട്ടാണ് ADDIE മോഡൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിനാണെങ്കിലും അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു മോഡലാണ് ADDIE മോഡൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ആൻഡ് ഇറ്റ് റെപ്രസെന്റ് എ ഗൈഡ് ലൈൻ ഫോർ ബിൽഡിംഗ് എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് സപ്പോർട്ട് ടൂൾസ് ഇൻ 5 ways.
നമ്മൾ പറഞ്ഞു ADDIE. അപ്പൊ 5 രീതിയിൽ അല്ലെങ്കിൽ 5 വേസ് ആയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. These 5 phases provided the framework for the development of training courses in a systematic and cost-effective manner. അപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട്, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ അത് രണ്ടും ഇല്ലെങ്കിൽ ആ കാര്യം ഇൻഎഫക്റ്റീവ് ആയി പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ADDIE മോഡൽ എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു ഇൻസ്ട്രക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ADDIE എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 5 ഫേസസ് എങ്ങനെയാണ്, കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എക്സാമിന് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ADDIE മോഡൽ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ടും പ്രോപ്പർ അല്ലാതെ തന്നിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ADDIE എന്നുള്ളൊരു ടേം പഠിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള A എന്തിനെ സൂചിപ്പിക്കുന്നു, D എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 5 രീതി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. A stand for analyze and D stand for design, develop, implement and evaluate. ഓക്കെ, ശ്രദ്ധിക്കാം. അനലൈസ്, ഡിസൈൻ, ഡെവലപ്പ്, ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ്. അപ്പൊ ഇതാണ് 5 രീതിയിലുള്ള ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആയിട്ട് സഹായിക്കുന്ന ഒരു 5 വേസ് ആണ് അനലൈസ്, ഡിസൈൻ, ഡെവലപ്പ്, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ് എന്നുള്ളത്. ഇത് പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിനെ അനലൈസ് ചെയ്യുക. അപ്പൊ അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതുപോലെ അതെന്താണ് അതിന്റെ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു ക്ലാസ് റൂമിലാണെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഇൻസ്ട്രക്ഷന് ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണെന്ന് നമ്മൾ നോക്കി അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് അനലൈസ് എന്നൊരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അടുത്തത് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ആ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡിസൈനിൽ വരുന്നത്. ഡെവലപ്പ് എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുക. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആ ഡിസൈനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് ഡെവലപ്പ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നത്. അടുത്തത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ചെയ്ത് വെച്ച കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ക്ലാസ് റൂമിലായിരിക്കും ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കരിക്കുലം മൊത്തം സ്കൂളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. അതാണ് ഇംപ്ലിമെന്റ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നത്. അടുത്തത് ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ ആ ഇംപ്ലിമെന്റ് ചെയ്ത രീതിയെ അല്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തെ നമ്മളൊന്ന് അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവാലുവേറ്റിൽ വരുന്നത്. അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ഇനിയും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുക, അപ്പൊ ആ ഒരു രീതിയാണ് ഇവാലുവേറ്റിൽ വരുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 രീതിയിൽ വരുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ടും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അനലൈസ്. ഓക്കെ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ ഇൻസ്ട്രക്ഷണൽ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റഡ് ഔട്ട്കംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് ദ ഇൻസ്ട്രക്ഷണൽ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റഡ് ഔട്ട്കംസ്. There should be no repetition and duplication of knowledge. ഒരു ഇൻസ്ട്രക്ഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ഒരു റെപ്പിറ്റേഷൻ ഉണ്ടാവാനായിട്ട് പറ്റില്ല. അപ്പൊ അതൊക്കെ ഈ അനലൈസ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, അവിടെ റിപ്പീറ്റേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാവുന്നുള്ളതാണ്. Then a training plan with training needs analysis should be completed for the design phase. ഇപ്പൊ ഈ ഒരു അനലൈസ് ചെയ്ത കാര്യത്തെ നമ്മൾ അടുത്ത ഫേസ് ആയിട്ടുള്ള ഡിസൈൻ ഫേസിലോട്ട് കൈമാറാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള അനലൈസ് എന്നുള്ളൊരു സ്റ്റെപ്പിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസൈൻ. നമ്മൾ പറഞ്ഞു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ അനലൈസ് ചെയ്ത കാര്യത്തെ വെച്ചുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയാണ്. ബ്ലൂ പ്രിന്റ് നമുക്കറിയാം, നമ്മളിപ്പോൾ BEdൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബ്ലൂംസ് ടാക്സോണമിന്റെ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അത് നമ്മൾ അടുത്തതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഡിസൈൻ എന്നുള്ള ഫേസിൽ വരുന്നത്. The design phase of the ADDIE training model involves a lot of brainstorming, prototyping and testing. അപ്പോൾ ഇവിടെ എന്താ, കൂടുതലായിട്ടും ഡിസൈൻ എന്നുള്ള ഫേസിലാണ് ഏറ്റവും വലിയ പണി വരുന്നത്. ഡിസൈൻ എന്നുള്ള ഫേസിലാണ്. നമുക്കറിയാം, ഒരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫേസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഈ ഒരു ഫേസിലാണ്.
Here, the instructional designers utilize all of the analysis from the previous phase to map out a blueprint of the learning program and make informed decisions on program strategy, format, structure, duration, delivery methods and feedback mechanism. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഉള്ള ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? പ്രോഗ്രാം സ്ട്രാറ്റജി, അതായത് നമ്മൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. ആൻഡ് ഫോമാറ്റ്, അതിന്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. അതുപോലെ ഡ്യൂറേഷൻ. ഇപ്പൊ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എത്ര ടൈമിലാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അത്തരം ഒരു ഡ്യൂറേഷൻ നമ്മളൊരു ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് എത്ര ടൈം എടുക്കണം, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഒരു മൊഡ്യൂൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ മൊഡ്യൂളിന്റെ വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എത്ര അവേഴ്സ് ഒരു ടീച്ചർ ആ ഒരു മൊഡ്യൂൾ എത്ര അവർ കൊണ്ടെടുത്ത് തീർക്കണം എന്നുള്ള കാര്യം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം വരുന്നത് ഈ ഒരു ഡിസൈൻ ഉള്ള ഫേസിലാണ്. ആൻഡ് ഡെലിവറി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ എങ്ങനെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ടീച്ചിങ് മെത്തേഡും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഹാൻഡ് ബുക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു ഹാൻഡ് ബുക്കിൽ എന്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും? ആ ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഡിസൈൻ എന്നുള്ള ഫേസിലാണ് വരുന്നത്. ആൻഡ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ എന്നുള്ള ഒരു ഫേസിൽ വരുന്നുണ്ട്. അടുത്തത് ഡെവലപ്പ് എന്നുള്ളൊരു ഫേസ് ആണ്. ഇപ്പൊ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ തേർഡ് ഫേസ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത എവിടെയാന്ന് വെച്ചാൽ നമുക്കറിയാം അനലൈസ് ആണെന്നുള്ളത്. അടുത്തത് 2 D വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഡിസൈൻ ആൻഡ് ഡെവലപ്പ്. അപ്പൊ എക്സാമിന് ചിലപ്പോൾ അനലൈസ്, ഡെവലപ്പ്, ഡിസൈൻ, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ് ഇങ്ങനെയായിരിക്കും തരിക. അപ്പൊ നമ്മൾ 2 ഓപ്ഷൻ തരുന്ന സമയത്ത് നമുക്ക് തെറ്റാനായിട്ട് ചാൻസ് കൂടുതലുണ്ട്. പക്ഷെ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡിസൈൻ എന്നുള്ളൊരു ഫേസിന് ശേഷം മാത്രം വരുന്ന ഒരു ഫേസ് ആണ് ഡെവലപ്പ് എന്നുള്ളത്. അപ്പൊ അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഡെവലപ്പിൽ വരുന്നത് കോഴ്സ് കണ്ടന്റ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് ദ എബോവ് ഡിസൈൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച കാര്യത്തെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഓൾ നീഡഡ് അസെറ്റ്സ്, ദാറ്റ് ഈസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ ഡിസൈനിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ആ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അതിൽ കൂട്ടിച്ചേർക്കണം എന്നുള്ള കാര്യമാണ് ഈ ഡെവലപ്പ് എന്നുള്ളൊരു ഫേസിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടി വരും? അവിടെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാം. അതായത് നല്ല രീതിയിൽ ആ ഡിസൈൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ വരാം? ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് എന്നുള്ളൊരു സ്റ്റേജിലാണ് വരുന്നത്. All needed assets should be created to making learning effective. And program should be integrate and develop the technologies to make the design plan effective. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് കൊണ്ടുവരുന്ന അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന കാര്യങ്ങളാണ് ഈ ഡെവലപ്പ് എന്നുള്ളൊരു ഫേസിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് തേർഡ് ഫേസ്, ദാറ്റ് ഈസ് ഡെവലപ്പ്.
ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് ഇംപ്ലിമെന്റ്. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ആ ഒരു ടേമിൽ തന്നെയുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യങ്ങളെ നമ്മൾ ക്ലാസ് റൂമിലോട്ടാവാം ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലോട്ടാവാം ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡെലിവറി ഫേസ്. ഓക്കെ, ഡെലിവറി ഫേസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കണ്ടന്റിനെ ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് ഇംപ്ലിമെന്റ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നത്. ആൻഡ് ലേണിംഗ് സർവീസസ് ആർ ഡെലിവേർഡ് ടു ദ ലേണേഴ്സ്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ലേണേഴ്സിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് കോമ്പീറ്റന്റ് ട്രെയിനർ ഷുഡ് ബി ഇൻ ദ ഇംപ്ലിമെന്റേഷൻ പാർട്ട്. അപ്പോൾ ഈ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പോൾ ഒരു ട്രെയിനേഴ്സ് ആയിരിക്കണം. എങ്ങനെയുള്ള ട്രെയിനേഴ്സ് ആയിരിക്കണം? കോമ്പീറ്റന്റ് ട്രെയിനേഴ്സ് മീൻസ് ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ അതൊരു ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ അതൊരു കോച്ച് ആവാം, അല്ലെങ്കിൽ കോമ്പീറ്റന്റ് ട്രെയിനേഴ്സിന് മാത്രമാണ് ഈ ഒരു കാര്യം, ഈ ഒരു കണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇംപ്ലിമെന്റ് ഫേസിൽ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇവാലുവേറ്റ്. ഓക്കെ, ഇവാലുവേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം അനലൈസ് ചെയ്തു, ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. ആ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തെ കുറച്ചുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് എത്തുന്നുണ്ടോ, അല്ലെ എഫക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേറ്റ്സ് എന്നുള്ള സ്റ്റേജിൽ വരുന്നത്. The focus is on measuring the efficacy of the entire learning program and rolling out improvements. ഓക്കെ, അവിടെ ഇംപ്രൂവ്മെന്റ്സിനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ആ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നതാണ്. അത് എഫക്റ്റീവ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേറ്റ് എന്നുള്ളതിൽ വരുന്നത്. It establishes the required modification to increase the efficiency and success rate of learning program. അപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോഗ്രാം എഫക്റ്റീവ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവാലുവേറ്റ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഫേസസ് ആണ് ADDIE മോഡൽ. ഓക്കെ, ADDIE മോഡൽ 5 ഫേസസ് ആണ്. അപ്പോൾ ഇതൊരു ഫ്രെയിം വർക്ക് ആണെന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ഷണൽ ഡിസൈനിന് സഹായിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ADDIE മോഡൽ എന്ന് പറഞ്ഞു. A stand for analyze, D stand for design, and the third D stands for develop, I stand for implement, and the last one E stand for evaluate. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ADDIE മോഡലിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പേ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന കോർ കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള കാര്യം, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ള കാര്യം മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചാണ് പറയുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് 2ൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ്. അപ്പം എന്താണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ ബ്ലൂംസ് ടാക്സോണമി 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം കൊണ്ടുവന്ന ഒരു കാര്യമാണ് ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ടാക്സോണമി എന്ന് വെച്ചാൽ എന്താ? ടാക്സോണമിന്റെ മീനിങ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് അറേഞ്ച്മെന്റ് എന്നുള്ളതാണ് ടാക്സോണമിന്റെ മീനിങ്. അപ്പോൾ ഒരു അറേഞ്ച്മെന്റ്, അപ്പൊ എന്തിന്റെ അറേഞ്ച്മെന്റ് ആണെന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ എസ് ബ്ലൂം നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പേ തന്നെ അദ്ദേഹം നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ 3 ഡൊമൈനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ, ഒന്ന് അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് അത് ആദ്യം എന്താണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് നോക്കാം. There was a group of psychologists, theorists and researchers who developed a revised version of the taxonomy in 2001, which was titled A Taxonomy for Teaching, Learning and Assessment. ഓക്കെ, 1956 ബെഞ്ചമിൻ എസ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നു. 2001 ആയപ്പോഴത്തേക്കും അതിനെ റിവൈസ് ചെയ്തു. അത് പല രീതിയിൽ അതിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്ത് രണ്ടാമത്തെ തവണ ഡിസൈൻ ചെയ്തൊരു രീതിയാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത്. വിച്ച് വാസ് ടൈറ്റിൽഡ് എ ടാക്സോണമി ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് അസസ്മെന്റ്. അപ്പൊ അതെങ്ങനെയാ ഒരു ടൈറ്റിൽ കൊടുത്തത്? എ ടാക്സോണമി ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് അസസ്മെന്റ്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന അദ്ദേഹം ആ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഹയറാർക്കിയൽ ഓർഡറിലാണ്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റേജിലോട്ട് പോവുക എന്നുള്ളൊരു ലെവലായിട്ടാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം ആ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനെ പല രീതിയിലുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ, അതായത് ഏറ്റവും ബേസിൽ വരുന്ന ഒരു കാര്യമാണ് റിമെമ്പർ. ഓക്കെ, റിമെമ്പർ ആണ് അവിടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്.
അതായത് ഒരു കുട്ടി അവിടെ റിമെമ്പർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടി അത് റീകോൾ ചെയ്താൽ, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്താൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നൊരു സ്റ്റേജ് ആണ് റിമെമ്പർ എന്ന് പറയുന്നത്. ഹിയർ റിമെമ്പറിംഗ് മീൻസ് റീകോളിംഗ് ആൻഡ് റീകോളിംഗ് ദ സബ്ജക്ട് മാറ്റർ വിച്ച് വിൽ ബി ടോട്ട് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കുട്ടിയോട് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ഫോട്ടോസിന്തസിസ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് പറയും? ഡയറക്റ്റ് ആയിട്ട് കുട്ടിക്ക് അവിടെ റീകോൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു എക്സാമ്പിൾ നമുക്ക് റിമെമ്പർ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അതിന്റെ മേജർ ഇയേഴ്സ്, അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മേജർ ഇയേഴ്സ് കുട്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? പഠിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ, മീൻസ് അതിനെക്കുറിച്ച് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി ഈസി ആയിട്ട് അത് റീകോൾ ചെയ്ത് ആ വർഷം, കുറേ വർഷങ്ങൾ ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവും, അതിൽ ഈ പെർട്ടിക്കുലർ വർഷം ആ കുട്ടിക്ക് റീകോൾ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ റിമെമ്പർ എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, the learner here tries to recall all the related knowledge he has connected to the topic being taught in the class. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിമെമ്പർ എന്നുള്ള സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അടുത്ത ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിമെമ്പർ ഇങ്ങനെ കുട്ടിക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റിയാൽ മാത്രമേ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അടുത്ത ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് കുട്ടിക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ദ അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേജ് ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ഇന്റർപ്രറ്റിംഗ്, എക്സംപ്ലിഫയിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻഫറിങ്, കമ്പയറിങ് ആൻഡ് എക്സ്പ്ലെയിനിങ്. അപ്പൊ ഇതൊക്കെ അതിൽ വരുന്ന സ്പെസിഫിക് ടേംസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഒരു എക്സാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിന്റെ ബേസിലാണ് ഓരോ ക്വസ്റ്റ്യൻസും അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബി എഡ് പഠിക്കുന്ന സമയത്ത് ബി എഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു ടാസ്ക് നമുക്ക് തരുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലൂംസ് ടാക്സോണമിന്റെ ബേസിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് മനസ്സിലാവുന്ന ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ മാത്രമേ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പാർട്ട് എ കൊടുത്തിട്ടുണ്ടാവും, പാർട്ട് ബി കൊടുത്തിട്ടുണ്ടാവും, പാർട്ട് സി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പാർട്ട് എയിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ? കുട്ടികളുടെ റിമെമ്പർ എന്നുള്ള ഫസ്റ്റ് സ്റ്റേജിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് എന്നായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കുള്ളൂ. പക്ഷെ പാർട്ട് ബി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇന്റർപ്രറ്റ് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ എക്സംപ്ലിഫൈ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ക്ലാസിഫൈ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സമ്മറൈസ് എന്നുള്ള രീതിയിലായിരിക്കും, ഇൻഫറിംഗ് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനുള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്പെസിഫിക് ടേംസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരിക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പാർട്ട് ബി എന്ന് പറയുന്നത് കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ലെവലിനെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്പെസിഫിക് ടേംസ് ആണ് അവിടെ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോട്ടോസിന്തസിസിന്റെ കാര്യം പറഞ്ഞു. ഇനി ആ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അവർ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താ? അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു ഫേസിൽ വരുന്ന കാര്യങ്ങളാണ്. The learner absorbs and decodes whatever is being taught in the classroom. അപ്പോൾ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അത് കമ്പയർ ചെയ്യാനായിട്ട് കുട്ടിക്ക്, അല്ലെങ്കിൽ അതെന്താ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഈസ് അപ്ലൈ. ഓക്കെ, അപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഈ അപ്ലൈ എന്നുള്ളതിൽ വരുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ദ ലേണർ നീഡ്സ് ടു അപ്ലൈ വാട്ട് എവർ ഹി ഓർ ഷീ ഹാസ് ലേൺഡ് ഇൻ ദ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിനാരിയോ. അപ്പൊ എന്താണോ ക്ലാസ് റൂമിൽ പഠിച്ചത് അത് അപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടി കുറേ ഫോർമുലാസ് പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സിൽ കുറേ ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം കുട്ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് അപ്ലൈ എന്നുള്ളതിൽ വരുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, കുട്ടി ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയാണ് അപ്ലൈയിൽ വരുന്നത്. This stage is the same as the application part of the original taxonomy, where learners put the knowledge gained to the test in the real life situation. അപ്പോൾ ഇതും
നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്കൊരു ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. ഇത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ്. ആ ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന അതേ അപ്ലിക്കേഷനിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ എന്നുള്ളൊരു സ്റ്റേജിലും വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ അനലൈസ്. അനലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി റിമെമ്പർ ചെയ്തെടുത്തു, പിന്നെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, മനസ്സിലാക്കി, പിന്നെ അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അടുത്തത് അനലൈസ് ആണ്. അതായത് അത് കുറച്ചുകൂടെ വലിയൊരു സ്റ്റേജാണ്. ഈ 3 സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ കുട്ടിയുടെ കുറച്ചുകൂടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അനലൈസ്. അപ്പൊ ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നു? പഠിച്ച കാര്യങ്ങളെ കുട്ടിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവിടെ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓൾറെഡി പഠിച്ച കാര്യത്തെ കുട്ടി കമ്പയർ ചെയ്യാൻ പഠിക്കുന്നു. അതുപോലെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കുട്ടിക്ക് അത് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇവിടെ വരുന്നത്. In this stage, the process is analyzed in detail about the subject matter taught in the class scenario. അപ്പൊ ഇവിടെ ടീച്ചർ എടുത്തു കൊടുത്ത കാര്യം അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കിയ കാര്യത്തിന് കുറച്ചുകൂടെ അനലൈസ് ചെയ്യുന്നു. Here the learner is expected to break down the concepts and find the exact relationship between them. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് കമ്പയർ എനി ടു ഒരു മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഫോട്ടോസിന്തസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സ്റ്റോറി എടുക്കുന്ന സമയത്ത് ആ സ്റ്റോറിയിലെ 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറയുകയാണ്. അവിടെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തറിയണം? ഫസ്റ്റ് ക്യാരക്ടറിനെ കുറിച്ച് അറിയണം, രണ്ടാമത്തെ ക്യാരക്ടറിനെ കുറിച്ച് അറിയണം. അപ്പൊ അവിടെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ എഴുതി രണ്ടാമത്തെ ക്യാരക്ടർ എഴുതി അത് അണ്ടർസ്റ്റാൻഡ് ഉള്ളൊരു ലെവലിലേ വരുള്ളൂ. പക്ഷെ അനലൈസ് എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ കറക്റ്റ് ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് അനലൈസ് എന്നുള്ളൊരു സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഇവാലുവേറ്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ കുട്ടി ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും പഠിച്ച കാര്യങ്ങളുമായിട്ട് കുറച്ചുകൂടെ എക്സ്ട്രീം ലെവൽ ഓഫ് തിങ്കിങ് ആണ് ഇവാലുവേറ്റിൽ വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്കറിയാം പാർട്ട് സി അല്ലെങ്കിൽ ആ ഒരു എസ്സേ ടൈപ്പിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ജഡ്ജ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ അത്രയും തിങ്കിങ് കുറച്ചുകൂടെ ഹൈ ലെവലായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. In this stage, the learner is expected to gauge or judge the subject matter being taught. അതായത് നമ്മൾ പഠിച്ച കാര്യത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് കുട്ടിയുടെ സ്വന്തം ഒപ്പീനിയൻ അവിടെ വരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇവാലുവേറ്റ്. Evaluation can be divided into following: checking and critiquing. And in this checking, this is related to coordinating, detecting, monitoring and testing accordingly. And critiquing വരുന്ന സമയത്ത് this is related to judging the subject being taught. അപ്പോൾ നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഓതറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഓതറിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആർഗ്യുമെന്റിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ആ ഒരു പാർട്ട് സിയിൽ അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു സ്റ്റേജിനാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആർഗ്യുമെന്റിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ, എന്താണ് അതിന്റെ റീസൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് ഇവാലുവേറ്റിൽ വരുന്നത്. Okay, and the last stage is create. Okay, last stage ആണ് create എന്ന് പറയുന്നത്. In this stage, the learner is expected to produce or design according to the subject matter being taught in the classroom scenario. അപ്പൊ നമുക്കറിയാം ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ഫസ്റ്റ് ടാക്സോണമി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഇവാലുവേറ്റ് എന്നുള്ളതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമി, ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരുന്നത് ഇവാലുവേറ്റ് ആയിരുന്നു. പക്ഷെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വരുന്നത് ക്രിയേറ്റ് ആണ്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ അവർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടേതായിട്ടൊരു രീതിയിൽ നമ്മൾ അതിനെ ഹൈപ്പോത്തിസിസ് ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് സിയിൽ തന്നെ ഇങ്ങനെ ചോദിക്കുന്നു. ഇപ്പോൾ ഒരു ഡീഫോറസ്റ്റേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീഫോറസ്റ്റേഷൻ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ ആ ഡീഫോറസ്റ്റേഷൻ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഡിയാസ് എന്താ, നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു രീതിയാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് ആണ് ഈ ക്രിയേറ്റ് എന്ന് പറയുന്നത്. In this stage, the learner is expected to produce or design according to the subject matter being taught in the classroom scenario. The processes of cognition association with this stage are എന്തൊക്കെയാ? ഒന്ന് generating, and next one planning, and third one producing. അപ്പോൾ ആദ്യം this word is related to hypothesizing. നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യുന്നു,
ആ തന്ന കാര്യത്തെ നമ്മൾ ഹൈപ്പോത്തിസ് ചെയ്യുന്നു. ആൻഡ് പ്ലാനിങ്, ദിസ് ഈസ് റിലേറ്റഡ് ടു ഡിസൈൻ. അപ്പോൾ ആ ഡീഫോറസ്റ്റേഷന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആ ഡീഫോറസ്റ്റേഷൻ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം പ്ലാനിങ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ കൊണ്ടുവരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം പ്രൊഡ്യൂസിങ് ഉള്ളതാണ്. ദിസ് ഈസ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിന്റെ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് ആയിട്ടുള്ള ക്രിയേറ്റ് ഉള്ളൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ADDIE മോഡലിനെ കുറിച്ചും ബ്ലൂംസ് ടാക്സോണമിനെ കുറിച്ചും പറയാനായിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡിസംബർ 2020 ജൂൺ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 എന്തായിരുന്നു? ADDIE മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഇസ് എൻ അക്രോണിം ഫോർ ദ 5 phases അപ്രോച്ച്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം AS സ്റ്റാൻഡ് ഫോർ അനലൈസ് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് അപ്രോച്ച്. ഓക്കെ, അപ്രോച്ച് അല്ല. കാരണം അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, അതിൽ വലിയ മീനിങ് ഒന്നുമില്ല അല്ലെ. നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അനലൈസ് ചെയ്യണം. അതിന്റെ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ ലേണിംഗ് ഗോൾസ് എന്താണ്, ലേണിംഗ് ഔട്ട്കംസ് എന്താണെന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റേജിലോട്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണെന്നുള്ളത്, ഇൻകറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ആർ ദ കോർ കോമ്പണൻസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഇതെന്താ, ഇത് കറക്റ്റ് ആണ്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലുള്ള കോർ കോമ്പണൻസ് ആണ് റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്താ, കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് ഓപ്ഷൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് 1 അല്ല, സെക്കൻഡ് 1 അല്ല, തേർഡ് 1 എന്താ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അതല്ല, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ADDIE മോഡലിനെ കുറിച്ചും അതുപോലെ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിന്റെ കോർ കോമ്പണൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ അത് ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ADDIE മോഡൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക്